നമ്മൾ തീവ്ര രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതും ഭരണമുന്നണിയിലേത്. അടുത്തൊന്നുമില്ലാത്ത തരത്തിലുള്ള തർക്കമാണ് ഭരണമുന്നണിയിൽ എന്ന് പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെ ചില തീവ്ര നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ്. അതിലും രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകളും ഒക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് തുടങ്ങി വെച്ചതാകട്ടെ നമുക്ക് രാഹുൽ ഗാന്ധിയാണ്. അതായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അത്തരമൊരു വാർത്തകൾക്ക് തുടക്കം കുറിച്ചത് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് ഇരട്ട വോട്ടുകളെ സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പങ്കുവെച്ചത്. അതങ്ങനെ വെറുതെ പങ്കുവെക്കുകയൊന്നും ആയിരുന്നില്ല രാഹുൽ ഗാന്ധി ചെയ്തത്. ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഒരേ പേരിൽ തന്നെയുള്ള ആളുകൾ വ്യത്യസ്തമായ ബൂത്തുകളിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിനെ സംബന്ധിച്ച്, ഒരു വീട്ടു നമ്പറിൽ തന്നെ 20-30 വോട്ടർമാർ ഉണ്ടായതിനെ സംബന്ധിച്ച്, അങ്ങനെ ഡേറ്റകളെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് BJP വിജയിച്ചത് എന്നത് സംബന്ധിച്ച ഒരു പിക്ചർ ആയിരുന്നു രാഹുൽ ഗാന്ധി നൽകിയത്. ഇങ്ങനെ നിരവധിയായ ഇരട്ട വോട്ടുകൾ ഉണ്ട്. ഈ വോട്ടുകളൊക്കെ സമാഹരിച്ചുകൊണ്ടാണ് അധികാരത്തിലെത്താൻ BJPക്ക് സാധിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും അതിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ എന്ന കണക്കുകൾ വിശദീകരിച്ചപ്പോൾ അതിനെ അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്തത്. അത്തരം രീതികൾ ഒന്നും തന്നെ നടക്കുന്നില്ല. അങ്ങനെ ഇരട്ട വോട്ടർമാർ എന്നതൊന്നും ഇല്ല. അതുമാത്രമല്ല, ഏറ്റവും സുതാര്യമായി തന്നെയാണ് ഈ വോട്ടിംഗ് പ്രക്രിയ നടക്കുന്നത്. മാത്രമല്ല, ഈ ബൂത്ത് ഏജന്റുമാർ ഒക്കെ ഉണ്ടല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. അവരൊക്കെ എവിടെയായിരുന്നു ഈ പേരുകൾ ചേർക്കുന്ന സമയത്ത്? അതിനുശേഷം ഒരു കരട് പട്ടിക സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇങ്ങനെ കൂടുതൽ വോട്ടർമാർ ഉണ്ടോ, അനർഹർ ഇടം നേടിയിട്ടുണ്ടോ, മരിച്ചുപോയവർ പട്ടികയിലുണ്ടോ, പ്രവാസികളായിട്ടുള്ളവരുണ്ടോ, സ്ഥലം മാറിപ്പോയവരുണ്ടോ, ഇതൊക്കെ കൃത്യമായി പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഘട്ടത്തിലൊന്നും പരിശോധന നടത്താതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ട ശേഷമാണോ ഇങ്ങനെ ഒരു ഡേറ്റ പങ്കുവെക്കുന്നത് എന്ന ചോദ്യമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചത്. പക്ഷേ എന്ത് തന്നെയാണ് എങ്കിലും വലിയ വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇന്ത്യയുടെ പാർലമെന്റിലടക്കം ഈ വിഷയം പലപ്പോഴായി ഉന്നയിച്ച പശ്ചാത്തലം ഉണ്ടാകുന്നു. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇത് ചർച്ചയായി ഏറ്റെടുത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ബീഹാറിൽ അടക്കം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിലടക്കം ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണവുമൊക്കെ ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിൽ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്രമായ നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ രാജ്യവ്യാപകമായ SIRന് തുടക്കമായിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഈ രണ്ടാം ഘട്ടത്തിൽ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരളം മാത്രമല്ല, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും രംഗത്ത് വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നവംബർ 2-ാം തീയതി MK സ്റ്റാലിൻ സർവകക്ഷി യോഗം തമിഴ്നാട്ടിൽ വിളിച്ചു ചേർത്ത പശ്ചാത്തലമുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ബംഗാൾ ആണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രിയാനും വിമർശിക്കുന്നത്. ISR നടപ്പാക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളി എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അസാധ്യമാണ് എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചതാണ്. എന്നിട്ടും ഈ പ്രക്രിയ ഉടനടി നടപ്പിലാക്കിയേ പറ്റൂ എന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചതിനെ സംശയത്തോടുകൂടി മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ യോഗങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കളക്ടർമാരുടെ യോഗം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഓഫീസർ ആണ് ഈ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ യോഗവും ചേരുന്നുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നാളെ നടക്കാൻ പോകുന്നുണ്ട്. അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ചേരുകയും ചെയ്ത പശ്ചാത്തലം ഉണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഉടൻ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. അതിനിടയിലാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ പ്രതിസന്ധിയിലാകുന്നത് ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ജാഗരൂകരാകേണ്ട, അതോടൊപ്പം തന്നെ ഈ പ്രക്രിയയുടെ ഭാഗമാകേണ്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കൂടി ഭാഗമാകുന്നത്. അപ്പോൾ ഏതാണ്ടൊരു
ഇരട്ട ജോലിയിലേക്ക് ഇവർ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു സമ്മർദ്ദമുണ്ടാകും. സ്വാഭാവികമായും അവിടെ പിഴവുകൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഭാഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ, മറുഭാഗത്ത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ. ഇത് മാധ്യമപ്രവർത്തകരടക്കം ചോദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിരുന്നു. ഇത് ബാധിക്കില്ല. കമ്മീഷൻ പറയുന്നത് ഇത് രണ്ടും രണ്ട് പ്രക്രിയയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് ബാധിക്കാൻ പോകുന്നില്ല. വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും കോൺഗ്രസും അതോടൊപ്പം തന്നെ CPI-ഉം ഇപ്പോഴത്തെ ഈ നീക്കത്തെ എതിർക്കുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. പക്ഷേ അതിനെ പൂർണ്ണമായും അങ്ങനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. കാരണം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നത് അത് കൂടുതൽ മികവുറ്റ ഒന്നാക്കി വോട്ടർ പട്ടികയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തി കൂടിയാണ് എന്നുള്ളതാണ്. അതിന് നമുക്ക് ഏറ്റവും എടുത്തു പറയാവുന്നത് ബീഹാറിലെ കാര്യം തന്നെയാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക വന്നതിന് ശേഷം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയായപ്പോൾ ഏതാണ്ട് 65 ലക്ഷത്തോളം ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയവർ ഉണ്ട്. ഒന്നിലധികം വോട്ടുകൾ, അതായത് വ്യത്യസ്തമായ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ ലിസ്റ്റിൽപ്പെട്ടവർ ഉണ്ട്. സ്ഥലം മാറിപ്പോയവരുണ്ട്. അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന മാസങ്ങളായി ഈ സ്വദേശത്ത് ഇല്ലാത്ത ആളുകളുണ്ട്. അവരുടെയൊക്കെ പേരുകളാണ് മാറ്റപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ കള്ള വോട്ടായി മാറുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 65 ലക്ഷം വോട്ടർമാരെ മാറ്റി നിർത്തുമ്പോൾ അതിൽ കുറേയൊക്കെ വോട്ടർമാർ അത് അർഹരല്ലാത്തവരാണ്. അതേസമയം ഇതിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്നത് 2002 പട്ടികയുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് നിലവിലുണ്ട്. അതിൽ പേരുകൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് പ്രതിസന്ധിയൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പേരുകൾ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ചിലപ്പോൾ വോട്ട് ചെയ്തവർ ആയിരിക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്തവർ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഈ പട്ടികയിൽ പേരില്ല എങ്കിൽ ഒരു പുതിയ വോട്ടർ എങ്ങനെയാണോ രേഖകൾ സമർപ്പിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കടന്നു വരേണ്ടത്, അതുപോലെ രേഖകൾ സമർപ്പിക്കേണ്ട ഒരു ആവശ്യം ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അല്ല എങ്കിൽ നിങ്ങളുടെ പേര് 2002 പട്ടികയിലുണ്ടാകണം. അതായത് 10-20 വർഷമായി എന്നുള്ളതാണ്. 23 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പട്ടികയിൽ പേരുണ്ട് എങ്കിൽ ഇപ്പോഴും വോട്ട് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ പേരില്ല എങ്കിൽ പുതുതായി എങ്ങനെയാണോ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കടന്നു വരേണ്ടത് അതുപോലെ വർഷങ്ങളായി കാലങ്ങളായി വോട്ട് ചെയ്തവർ വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടും ചില വിമർശനങ്ങൾ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ BJP ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. BJP ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രവുമല്ല, എന്തുകൊണ്ടാണ് കോൺഗ്രസും CPI-ഉം ഒക്കെ ഇതിനെ എതിർക്കുന്നത് എന്ന് കൂടി BJP പറയുകയാണ്. അതായത് വ്യാപകമായി കള്ളവോട്ടുണ്ട് നിലവിൽ. അത് അധികവും ചേർക്കുന്നത് CPI ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെയാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും ചേർക്കാറില്ല. അതുകൊണ്ട് അവർക്ക് ഇപ്പോഴത്തെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചെറിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ടാണ് അവർ ഇതിനെ എതിർക്കുന്നത് എന്നാണ് BJP പറയുന്നത്. വ്യാജ വോട്ടുകൾ ഇല്ലാത്തവർ എന്തിനാ പേടിക്കുന്നത്? എന്തിനാണ് LDF-ഉം UDF-ഉം ഭയപ്പെടുന്നത്? തങ്ങൾ ഇരട്ട വോട്ട് ചേർത്തില്ലെങ്കിൽ, വ്യാജ വോട്ടുകൾ ചേർത്തില്ലെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത്? അപ്പൊ ജനഹിതം തങ്ങൾക്കെതിരായി മാറുമോ? കുതന്ത്രങ്ങളിലൂടെ ജയിച്ചുകൊണ്ടിരുന്നത് ഇനി നടക്കാതെ വരുമോ? ഈ ഒരു വേവലാതിയാണ് LDF-നെയും UDF-നെയും ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് നന്നായി ബോധ്യമായിട്ടുണ്ട്. ഒരു പൗരനും, കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരനും അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുകയില്ല. ഒരിടത്ത് വോട്ട് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവും. അതിന് പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത് എന്ന് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ബോധ്യമായിരിക്കുകയാണ്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP-യുടെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. സാധാരണ നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ സ്ഥലം മാറ്റങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി അറിവോടുകൂടിയാണ് നടപ്പിലാക്കേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമൊക്കെ ആകുന്ന ആളുകൾ അത് ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥർക്കുമൊക്കെ രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഈ രാഷ്ട്രീയം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയത്തിന് അനുകൂലമാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ചെടുക്കും ഈ ഉദ്യോഗസ്ഥർ എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി അറിവോടെയൊക്കെ ആയിരിക്കണം സ്ഥലം മാറ്റം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം നൽകിയതിൽ
വിവാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 17 ജില്ലാ മജിസ്ട്രേറ്റുമാർ ഉൾപ്പെടെ 235 ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാന സർക്കാർ സ്ഥലം മാറ്റിയത് എന്നുള്ളതാണ്. ഈ നടപടിയിൽ BJP മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുള്ള പശ്ചാത്തലം കൂടിയുണ്ട്. കമ്മീഷന്റെ അനുമതിയില്ലാതെയാണ് ഈ സ്ഥലം മാറ്റങ്ങൾ നടത്തിയത് എന്നും അതുകൊണ്ട് തന്നെ ഈ സ്ഥലം മാറ്റങ്ങളെല്ലാം റദ്ദാക്കണം എന്നുമാണ് BJPയുടെ ആവശ്യം. വളരെ പ്രധാനപ്പെട്ട യോഗം എന്നത് നാളെ രാഷ്ട്രീയ പാർട്ടികളുടേതാണ്. അതുകൊണ്ട് തന്നെ SIR-മായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടെന്ത്, ഏത് തരത്തിലായിരിക്കും കോൺഗ്രസും CPM-ഉം എതിർപ്പ് അറിയിക്കുക എന്നതുകൂടി നമുക്ക് നാളെ അറിയാം.